ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. 1-2 ദിവസത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ റാൻഡായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അന്ന് ഞാൻ ഡെസ്ക് ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡെസ്ക് എന്തായാലും എനിക്കൊന്ന് മാറ്റി പെയിൻറ്റ് ചെയ്യണം, അത്രയും വൃത്തികേടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും രാവിലെ അത് പെയിൻറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നോമ്പിനാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാളിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ ഡെസ്കൊക്കെ പെയിൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മൾ റൂമിലുണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡെസ്ക് പെയിൻറ്റ് ചെയ്ത് വെച്ചാലും ഞാൻ ചിലപ്പം മറന്ന ടൈമിൽ പോയിട്ട് തൊടുകയോ പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവില്ലല്ലോ നമുക്ക്, പെട്ടെന്ന് നമ്മൾ എല്ലാം ഡെസ്കിൽ വെക്കണ ഓർമ്മയിൽ ചിലപ്പം വെച്ച് പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പെയിൻറ്റ് ഓൾറെഡി വാങ്ങിയതുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ അത് വാങ്ങിയിട്ടില്ല. ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടർപ്പൻറ്റും പിന്നെ ബ്രഷുമാണ് കേട്ടോ, ബ്രഷല്ല റോളറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഡെസ്ക് റോളർ വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ലതാന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു പിടി പകുതിയല്ലേ കുടുക്കിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു അത്ര കയറണുള്ളൂ, അപ്പോൾ അത്രയേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി. പക്ഷെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണ സമയത്ത് അത് ഊരി പോന്നപ്പോഴാണ് ഇപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ അങ്ങോട്ട് നീക്കിയേ കയറുമെന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമതൊന്നും കൂടെ തള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്യണോണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ലായിരുന്നു. അങ്ങനെ പെയിൻറ്റും ടർപ്പൻ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ബ്രഷ് ചെയ്ത് നോക്കുന്നുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലേ എന്നുള്ളത്. എന്നിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും 2 കോട്ട് മിനിമം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റത്തത് കുറച്ച് തിന്നായിട്ടും പിന്നെ കുറച്ച് തിക്കായിട്ടും കൊടുക്കാമെന്നാണ് കരുതുന്നത്. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇപ്രാവശ്യം പെയിൻറ്റ് ചെയ്തത് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം കൊടുത്തപ്പോഴൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സംഭവം ഇത് എത്ര ദിവസം എടുത്തിട്ടൊരു 3 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു, ഉണങ്ങണേ ഇല്ല. പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ക്ലൈമറ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടത് ഇങ്ങനെയും ഉണങ്ങാത്തതെന്ന് അറിയില്ല. ഞാൻ ഇതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യം ഡെസ്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഇത്രയും ദിവസം ഉണങ്ങാത്ത പ്രശ്നം വന്നിട്ടില്ല. ഉണങ്ങിയിട്ടില്ല എന്ന് പറയുമ്പം നമുക്കിങ്ങനെ തൊടുമ്പോൾ കയ്യിൽ പെയിൻ്റ് ആവണ അങ്ങനെയല്ല കേട്ടോ. പക്ഷേ നമ്മൾ എന്തെങ്കിലും സാധനം ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിക്കും. പിന്നെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറക്റ്റ് അടയാളം അവിടെ ഉണ്ടാവും. അത് കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ടൈം എന്തെങ്കിലും ഒന്ന് വെച്ച് അപ്പം തന്നെ എടുത്താലും അതിൻ്റെ അടയാളം അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വലിയ രീതിക്ക് കയ്യിൽ പെയിൻറ്റ് ആവില്ല. അങ്ങനെ ഞാൻ 2 ദിവസം 3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഡെസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തപ്പോഴും അതന്നെ ഇതിനൊരവസ്ഥ. ഒരാഴ്ച വരെ അങ്ങനെയായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം കുറേയൊക്കെ ഓക്കെ ആയി. അങ്ങനെ അന്ന് എന്തായാലും ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ നിക്കാഹ് വരുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് എല്ലാവരും ഓഫ് വൈറ്റ് തീമിലുള്ള ഡ്രസ്സാണ്, അതായത് ആ ഒരു തീം ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ അത് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കളറിലുള്ളത് കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ പെരുന്നാൾക്കും അത് യൂസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് ഷോപ്പിക്ക് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നടക്കാനുള്ള ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ വണ്ടി വിളിക്കാത്തത് നന്നായി, കാരണം അത്രയും ബ്ലോക്ക് ചെയ്യുന്നു ആ റോട്ടിൽ. ഞാനപ്പം ഫസ്റ്റ് തന്നെ സെറോഷിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അവിടെ എത്തി ഡ്രസ്സൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്നൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളറും ഡിസൈനും, അതായത് എനിക്കൊരു ഓഫ് വൈറ്റ് ആണ് വേണ്ടത് എന്നറിയാം, പിന്നെ ഒരു സെമി പാർട്ടി വെയറാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് നമുക്ക് അറിയണോണ്ട് തന്നെ, അതായത് നമുക്ക് എന്താ എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി കറക്റ്റ് ഒരു ധാരണ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടുന്ന് കിട്ടും എന്നുള്ള അങ്ങനെ ഒരു ഇതിൽ. പക്ഷേ അവിടെ എത്തി നോക്കാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഓഫ് വൈറ്റൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഇങ്ങോട്ട് പറ്റണില്ല. പിന്നെ നമ്മൾ വിചാരിച്ച പോലത്തെ അങ്ങനെയും കിട്ടണില്ല. ഞാൻ ഓപ്പൺ ഇല്ലാത്ത അനാർക്കലി ടൈപ്പോ അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് കരുതിനെ. പിന്നെ ലാസ്റ്റ് എനിക്ക് ഓപ്പൺ ഉള്ളതോ ഇല്ലാത്തതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ എന്നിട്ടും കിട്ടിയിട്ടില്ല. അവിടുന്ന് ഫസ്റ്റ് ട്രയൽ ചെയ്ത ഡ്രസ്സ് കുഴപ്പമില്ല, ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. അതുതന്നെയാണ് എല്ലാത്തിൻ്റെ അവസ്ഥ. ഒന്നെങ്കിൽ ലെങ്ത്ത് കൂടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു 2-3 ഷോപ്പിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളതിൽ കൂടുതലും അത്യാവശ്യം വർക്ക് വരുന്ന ടൈപ്പാണ്. എനിക്ക് അത്രയും ഹെവി ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളതുകൊണ്ട് അതും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും കുറച്ചൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് കണ്ടിരുന്നു കേട്ടോ, ഒരുവിധം പറ്റുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിക്ക്. പക്ഷേ എന്തോ ഏത് മനസ്സിനും ഇങ്ങോട്ട് പറ്റണില്ല. എന്നിട്ടും ഞാൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ വേറെയും അടുത്തടുത്താണല്ലോ അവിടെ ഷോപ്പുള്ളത്. അപ്പം വേറെയും കുറേ ഷോപ്പിക്ക് കയറിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ലാസ്റ്റ് അയാമക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ഗൗൺ ടൈപ്സ് കുറേ ഓഫ് വൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, സ്ലീവ്ലെസ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഭംഗിയുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ടീഷർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാലോ അങ്ങനെ കരുതിയിട്ട്. പക്ഷെ അവിടെ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ പാർട്ടി വെയറിൻ്റെ സെക്ഷനിൽ പോയിട്ട് അങ്ങനെ കുറച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഒപ്പനക്കൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യണ പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഫുൾ ആ സീക്വൻസിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതും എനിക്ക് ഇട്ടപ്പം അത്യാവശ്യം നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പ്രൈസ് റേഞ്ചിനേക്കാളും മുകൾക്ക് പോകണോണ്ട് പിന്നെ അതും എടുത്തിട്ടില്ല. അങ്ങനെ അന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ റെഡിമെയ്ഡ് വേണ്ട, മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള രീതിക്ക് അങ്ങനെ പോരാണ് ചെയ്തത്. ഇത് പിന്നെ ഞാൻ കുറേ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറേ മുന്നേ അല്ല, ഞാൻ എൻ്റെ വീട്ടിലില്ലാതിരുന്ന സമയത്ത് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായപ്പം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഞങ്ങൾ അന്ന് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് ഫസ്റ്റായിട്ട് ഓർഡറൊക്കെ പിന്നെ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഫസ്റ്റായിട്ട് കൊറിയർ ചെയ്യാൻ പോവാണ്. പോസ്റ്റ് ഓഫീസ് എവിടെയെന്നൊക്കെ ഗൂഗിൾ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ പോണത്. പോയപ്പം ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു, 2:30 3 മണി ആ ഒരു സമയമായിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ കണ്ട് വലിയ ആളായി പോയി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ 2 മണി വരെ സ്പീഡ് പോസ്റ്റ് ഉള്ളൂ എന്നുള്ളത്. അവിടെയും പിന്നെ വണ്ടൂർ ടൗണിലൊക്കെ അത്രയും ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മഞ്ചേരി മാത്രമേ ഉള്ളൂ 3:30 4 മണി, അതായത് ആ ഒരു ഏരിയയിൽ. പിന്നെ ഇവിടെ തിരൂരോ കോഴിക്കോടോ അവിടേക്കാണുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിറ്റേന്ന് പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് അങ്ങനെ പോന്നു. പിന്നെ അന്ന് തന്നെ ടൗണിലേക്കും കൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്കൊരു ഹാമ്പറിന് വേണ്ടിയിട്ടുള്ളൊരു വാച്ചും പിന്നെ എനിക്ക് ഇയർപോഡ്സ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ മൈജിക്കാണ് പോയിട്ടുള്ളത്. അവിടെ ആകുമ്പോൾ പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അന്ന് കാക്കുവിൻ്റെ കൂടെ പോയതുകൊണ്ട് തന്നെ ഈ വാച്ചും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ എനിക്കങ്ങനെ വലിയ രീതിക്ക് കൈ കിടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. കാരണം ഇതിനെ പറ്റിയൊക്കെ ഓൽക്കുള്ള അത്ര നോളജൊന്നും എന്തായാലും എനിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മാർട്ട് വാച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ ആ ഒരു ബഡ്ജറ്റിലും പിന്നെ അത്യാവശ്യം നല്ലതും നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് വേണ്ട ഇയർപോഡ്സ് എടുക്കുകയാണ്. എൻ്റെ അടുത്തൊരു ഹെഡ്സെറ്റ് ഉണ്ട് ഞാൻ യൂസ് ചെയ്യണത്, പക്ഷെ അത് വയർലെസ് അല്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയർപോഡ്സ് വേണം എന്നുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് തന്നെ വാങ്ങാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ അത് നമുക്ക് എല്ലായിടത്തുനിന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബസ്സിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നൊന്നും അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളങ്ങനെ യൂസ് ചെയ്യൂലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുത് ഇയർപോഡ്സ് ആയിട്ട് തന്നെ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന് തന്നെ അത് അൺബോക്സ് ചെയ്ത് നോക്കട്ടോ. കാരണം ഓക്കെ അല്ല, വർക്ക് ചെയ്യണില്ല എന്നൊക്കെ നോക്കാതെ വീട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് തന്നെ വരണ്ടേ. അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിവിടെ ഇവിടെ ഒരു കുട്ടിക്ക് മുകളിൽ ഇതല്ലേ ഒരു ASMR അൺബോക്സിംഗ് ഒക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയല്ലേ ആവുള്ളൂ. എത്രയായിട്ടും തുറക്കാനങ്ങോട്ട് കിട്ടണില്ല. പിന്നെ ലാസ്റ്റ് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ സംഭവം ഇതൊക്കെ വാങ്ങി വണ്ടിയിലിരുന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ആലോചിച്ചത്, ഞാൻ എന്തിനാ ബ്ലാക്ക് വാങ്ങിയത്, എനിക്ക് വൈറ്റ് വാങ്ങിയാൽ പോരേനു എന്ന്. ആ സമയത്ത് അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് അതൊന്നും ഓർമ്മയില്ലേനു. വൈറ്റ് അവിടെ ഉണ്ടോ ഇല്ല തോന്നുന്നുണ്ട്, കാരണം അവർ കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചിട്ടും ഇല്ല, അതും എനിക്ക് ഓർമ്മയില്ലേനി. പിന്നെ അതിങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ എന്തിനാ ബ്ലാക്ക് എടുത്ത്, എനിക്ക് വൈറ്റ് ആണല്ലോ വേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, എന്തായാലും അത് വർക്ക് ചെയ്യണില്ലേ എന്നൊക്കെ ശരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊരു ടൈപ്പ് ഇയർപോഡ്സും കൂടെ വരുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ മാത്രം. ഇതിനൊരു റബ്ബർ ടൈപ്പ് കവറിങ് അല്ലേ, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെതാകുമ്പോൾ എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല. ഇത് ഓക്കെയാണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോഴും എനിക്ക് നല്ല ഓക്കെ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റാൻഡായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.